ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ? നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ? റിമോട്ട് പിടിച്ച് ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത്, ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്, ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ, എന്ത് മാതൃകയാണ് സഹോദരി, എന്ത് മാതൃകയാണ് ഉമ്മ, എന്ത് മാതൃകയാണ് വാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അള്ളാഹുവിന് ഭവ്യതയോടുകൂടെ നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. അള്ളാഹുവിന് ഭവ്യതയോടുകൂടെ ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു മറിയം ബീവി. ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ? ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി? നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു, വാപ്പ എന്ത് ചെയ്തു, ഇതല്ലേ മക്കൾ പഠിക്കുന്നത്. മക്കളെങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ? ഇപ്പോൾ ഉമ്മയെ കണ്ട കാലുണ്ടോ? ഉമ്മ കടന്നുറങ്ങുന്നുണ്ട്, ഉമ്മ നിസ്കരിച്ചിട്ടില്ല, ഉമ്മ ടിവിയുടെ മുമ്പിലുണ്ട്, ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നല്ലാതെ എന്റെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ? എന്റെ ഉമ്മ മുസല്ലപ്പായ വിരിച്ച് സുജൂദിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ വയസ്സ് 18. ആ 18കാരി എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ലോക മുസ്ലിമീങ്ങളുടെ മാതാവല്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം അമ്മായിയായ ആയിഷ ബീവി നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ സ്വഹാബി പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്. എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയും ഫവഖാനാ അദാബസ്സമൂം, നരകത്തിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അല്ലാഹു കാത്തില്ലയോ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഇങ്ങനെ ഓതി ആയിഷ ബീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 18 വയസ്സുള്ള പെൺകുട്ടിയാണിത്. 18 വയസ്സുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ആയിഷ റളിയല്ലാഹു അൻഹയാണിത്. നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോളം നിന്നിട്ട് മഹാനായ സ്വഹാബി പറയാ, ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ആയിഷ ബീവിയോട് വല്ലതും ചോദിക്കാൻ വന്നതാണ്. അമ്മായിയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല, ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ബീവി റൂമിൽ നിസ്കരിക്കുകയാണ്. അതേ ആയത്തോതി ഇങ്ങനെ കരയുന്നുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ, നരകത്തിന്റെ തീയിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ. ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാണെന്ന് ഓർക്കണം. ആ കാഴ്ചകളാണ് സ്വഹാബത്തിനെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് താബിഈകളെ ഉണ്ടാക്കിയത്, ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത്. ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മമാരെ, ഇന്ന സഅയകും ലശത്താ, അതൊരു മാതൃക, ഇന്നത്തേത് വേറൊരു മാതൃക. എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം? ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ, നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ. അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന വാപ്പമാരെവിടെ? അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ? അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം. അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ
മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ തങ്ങളുടെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അന്നൊരിക്കൽ കാരക്കയുടെ കുരുവിന്റെ കൊട്ടയുമായി നടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കുരുവും ചുമന്ന് നടന്നു വരുന്ന മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ മഹദി ഭർത്താവിനെ സഹായിക്കുകയാണ്, ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ്. ആ പെണ്ണുങ്ങൾ നടക്കുന്ന കണ്ടപ്പോ, മഹദിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ നിർത്തിയിട്ട് പറഞ്ഞു, ബഖിൻ ബഖിൻ ഇഖ് ഇഖ് എന്ന് പറഞ്ഞ് ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ, നബിയുടെ ഭാര്യമാർ നമുക്ക് മാതാക്കളാണ്. അല്ലാഹുവിന്റെ റസൂലോ നമുക്ക് വാപ്പക്ക് തുല്യമല്ലേ, നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ. സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ ഉമ്മു സുലൈം പറയുകയാണ്, ഫദകർതു ഗീറതക യാ അബാ ത്വൽഹ, അബൂ ത്വൽഹ നിങ്ങൾ വല്ലാതെ ഈർഷ്യതയുള്ള ആളാണല്ലോ, നിങ്ങളുടെ ഭാര്യയായി ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലാണിത്, എന്നിട്ട് പോലും ഞാൻ അതോർത്ത് നബിയുടെ പിന്നാലെ കയറിയില്ല എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ മഹാനായ സ്വഹാബിയുടെ മറുപടി, ഉമ്മു സുലൈമേ നിനക്ക് നബി തങ്ങളുടെ പുറകിൽ കയറലായിരുന്നു, അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനേക്കാളും ഖൈർ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ കയറലായിരുന്നു മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, എന്താണ് ജാള്യത, എന്താണ് ലജ്ജ, എന്താണ് ചൈസ്റ്റിറ്റി, എന്താണ് ചാരിത്രശുദ്ധി, എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം, എന്താണ് ആഭരണമാണോ? അല്ല. 4 വാക്ക് സംസാരിക്കാൻ കഴിയലാണോ? അല്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ്? അവളുടെ ലജ്ജയാണ്, നാണമാണ്. നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ്. ജാള്യതയില്ലാതെ, ലവലേശം സങ്കോചമില്ലാതെ അന്യാളുകളോട് അങ്ങാടിയിലൂടെ വെറുമൊരു പർദ്ദ ധരിച്ച് നടന്നാൽ പിന്നെ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കാമെന്നും കയ്യും മുഖവും ഔറത്തല്ലെന്നും പറഞ്ഞ് നടക്കുന്ന സഹോദരിമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ, ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ തന്ന മാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നത്? ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെ പോലെ ആവണമെന്ന് തോന്നുന്ന പെങ്ങളുണ്ടോ ഇവിടെ? മകളുണ്ടോ ഇവിടെ? എന്റെ ഉമ്മയെ പോലെ എനിക്കാവണം, എന്റെ ജ്യേഷ്ഠത്തിയെ പോലെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് അനിയത്തിക്ക് തോന്നുന്നുണ്ടോ? എന്റെ അനിയത്തിയെ കണ്ടിട്ടെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ജ്യേഷ്ഠത്തിക്ക് തോന്നാൻ അനിയത്തി മാതൃകയാണോ? അനിയത്തിക്ക് ജ്യേഷ്ഠത്തി മാതൃകയായിട്ടുണ്ടോ? മക്കൾക്ക് ഉമ്മ മാതൃകയാണോ? ഉമ്മാക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടോ? മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ? ഇന്ന സഅയകും ലശത്താ. എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് സമൂഹത്തിന്റെ ഒഴുക്ക്. ഇന്ന സഅയകും ലശത്താ. അവിടെ ഏറ്റവും വലിയ ലജ്ജയുടെ, നാണത്തിന്റെ, ഹയാഇന്റെ, ചൈസ്റ്റിറ്റിയുടെ മാതൃക ഇവിടെ. നാണമില്ലാത്ത സിംഫാനി മിൻ ഉമ്മതി ലം അറഹുമാ. 2 വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ, ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. 2 പേരും നരകത്തിലാണ്. ഞാൻ കാണാത്ത 2 വിഭാഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം